വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പാണ്. പ്രോട്ടീൻ സിന്തസിസിലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. മെയിനായിട്ട് 2 സ്റ്റെപ്സ് ആയിട്ടാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുക. എന്താണ് പ്രോട്ടീൻ സിന്തസിസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നടക്കുന്നത്? നമ്മുടെ DNA-യിലെ നമ്മുടെ ജീനുകളിലാണ് നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഇരിക്കുന്നത്, അല്ലേ? അതൊക്കെ കോഡ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ DNA-സ്. അങ്ങനെയുള്ള DNA-യിൽ നിന്ന്, അല്ലെങ്കിൽ ആ DNA-യിലുള്ള ജീനിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കോഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യണം, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മുടെ എൻ്റയർ ബോഡി ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പ്രോട്ടീൻ്റെ സിന്തസിസിൽ മെയിനായിട്ട് 2 സ്റ്റെപ്പുകളാണുള്ളത്, അല്ലെങ്കിൽ മെയിനായിട്ട് 2 പ്രോസസ്സുകളാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇനി അടുത്ത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും, ഇങ്ങനെ 2 സ്റ്റെപ്സാണ് പ്രോട്ടീൻ സിന്തസിസിലുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കാം. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഷോർട്ടായിട്ട് പറഞ്ഞാൽ DNA-സിലുള്ള കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ DNA എവിടെ ഇരിക്കുന്നത്? നമ്മുടെ സെല്ലിൻ്റെ അകത്ത്. ഇതാണ് ഒരു സെല്ലെന്നുണ്ടെങ്കിൽ സെല്ലിൻ്റെ അകത്ത് ന്യൂക്ലിയസിൻ്റെ അകത്താണ് DNA ഇരിക്കുന്നത്, അല്ലേ? ക്രോമാറ്റിൻ ചെയിനായിട്ടാണ് ഇരിക്കുക. സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് അത് ക്രോമസോംസ് ആയിട്ട് മാറുക, അല്ലേ? അപ്പോൾ ഈ ഒരു ക്രോമാറ്റിൻ ചെയിനിൽ നമ്മുടെ DNA-യിൽ ഇരിക്കുന്ന ഇൻഫർമേഷൻസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ, സൈറ്റോപ്ലാസത്തിലേക്ക് കൊണ്ടുവരാൻ നേരെ DNA-ക്ക് കടന്നു പോകാൻ പറ്റില്ല. ഏതിൽ കൂടെയാണ് ആ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് DNA പുറത്തേക്ക് വരേണ്ടത്? ജേം പോറുകളുണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എങ്കിൽ ന്യൂക്ലിയസിന് എന്തുണ്ട്? ന്യൂക്ലിയസ് ഒരു ക്ലോസ്ഡ് ചേംബർ ഒന്നുമല്ല, അതിന് അതിൻ്റേതായ വോളുകളുണ്ട്. ആ വോളിൻ്റെ ഇടയിൽ 2 വോളുകളാണുള്ളത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ജേം പോറുകളുണ്ട്. ഓക്കെ, ന്യൂക്ലിയസിന് എന്തുണ്ട്? ജേം പോറുകളുണ്ട്. പക്ഷെ ആ ജേം പോറുകൾ നമ്മുടെ DNA-യുടെ വലുപ്പത്തിനെക്കാട്ടും ചെറുതാണ്. അതുകൊണ്ട് തന്നെ DNA-ക്ക് ഡയറക്റ്റ് സൈറ്റോപ്ലാസത്തിലേക്ക് ചെന്ന് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ DNA RNA ആയിട്ട് മാറും. DNA RNA ആയിട്ട് മാറിയിട്ട് അപ്പോൾ എന്താണ്? വലിപ്പം കുറഞ്ഞു, അല്ലേ? കാരണം DNA എന്ന് പറഞ്ഞ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറാണ്. RNA എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, അല്ലേ? അപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡിന് അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ജേം പോറിൻ്റെ അകത്തൂടെ. അപ്പോൾ DNA-യിലുള്ള ഇൻഫർമേഷൻസിന് നമ്മൾ അതിൻ്റെ ഒരു കോപ്പി പോലെ RNA-യിലേക്ക് ആക്കി മാറ്റിയിട്ട് അതിന് നമ്മൾ ജേം പോറിൽ കൂടെ കടത്തിവിട്ട് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, DNA to RNA, DNA to mRNA ആണ്. mRNA മെസ്സേജുകളല്ലേ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്? DNA-യിലുള്ള മെസ്സേജസ് ആണല്ലോ RNA ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ഇത് mRNA ആണ്, മെസ്സഞ്ചർ RNA ആണ്. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ സ്റ്റെപ്സ് നോക്കിയാൽ, DNA എന്ത് ചെയ്യണം? DNA പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജീൻ ആക്ഷൻ വഴിയാണ്. DNA പ്രൊഡ്യൂസ് പ്രോട്ടീൻ ബൈ ജീൻ ആക്ഷൻ. ഇനി എന്താണ് ആ ഒരു പ്രോസസ്സിൻ്റെ തുടക്കം? ന്യൂക്ലിയസിൻ്റെ അകത്താണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്, അല്ലേ? ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്താണ് ഫസ്റ്റിൽ നടക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പിക്ചറില്ലേ, അതാണ് ഈ കാണുന്നതാണ് നമ്മുടെ DNA. ഇതാണ്, ഈ ഒരു ലൈനാണ് നമ്മുടെ DNA. ഇവിടെ എത്തുമ്പോൾ നോക്കൂ, ഈ ഒരു പോർഷനിൽ DNA എങ്ങനെയുള്ളത്? DNA അൺവൈൻഡ് ചെയ്തിട്ടാണുള്ളത്, അല്ലേ? അതായത് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിലാണ് എന്തുള്ളത്? നമ്മുടെ DNA ഉള്ളത്. പക്ഷെ ആ ഒരു പോർഷനിൽ മാത്രം, ആ റൗണ്ട് ചെയ്തിട്ടുള്ള പോർഷനിൽ മാത്രം നമ്മുടെ DNA എങ്ങനെയായിരിക്കണേ? അൺവൈൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? ആ ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ പോയിട്ട് അവർ രണ്ടുപേരും സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ആ ഒരു റൗണ്ടിൽ മാത്രം ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? നിങ്ങൾ DNA റിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ സമയത്തും ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിനെ അൺവൈൻഡ് തന്നെയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇവിടെ അൺവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആള് ഈ ബ്ലൂ കളറിലിരിക്കുന്നില്ലേ, 2 റൗണ്ട് സ്ട്രക്ചറിൽ, അതാണ് എന്ത്? നമ്മുടെ RNA പോളിമറൈസ്. ഇതാണ് RNA പോളിമറൈസ്. Okay, RNA polymerase enzyme recognizes the promoter site and binder. എവിടെയാണ്? ഇനി എല്ലായിടത്തും ചെന്ന് ഈ RNA പോളിമറൈസിന് ബൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. പ്രൊമോട്ടർ സൈറ്റുകളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? RNA പോളിമറൈസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ.
പ്രൊമോട്ടർ സൈറ്റുകളിലാണ് വന്ന് ബൈൻഡ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു RNA പോളിമറൈസ് എന്ത് ടൈപ്പ് പ്രോട്ടീനെയാണോ സിന്തസൈസ് ചെയ്യേണ്ടത് ആ ഒരു ടൈപ്പ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യേണ്ടതിൻ്റെ ഇൻഫർമേഷൻ DNA ഏത് ഭാഗത്താണോ ഉള്ളത് അതിൻ്റെ പ്രൊമോട്ടർ സൈറ്റിൽ വന്നിട്ടാണ് എന്ത് ചെയ്യുക, ഈ RNA പോളിമറൈസ് വന്നിട്ട് ബൈൻഡ് ചെയ്യുക. RNA പോളിമറൈസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ RNA പോളിമറൈസ് അൺവൈൻഡ് ആൻഡ് സെപ്പറേറ്റ് ദ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA വന്ന് ബൈൻഡ് ചെയ്താൽ DNAയുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിനെ എന്താക്കി മാറ്റും, സെപ്പറേറ്റ് ചെയ്തിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റും. അപ്പോൾ ഇവിടെ ഒരു ബബിൾ പോലെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ DNA റിപ്ലിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, റിപ്ലിക്കേഷൻ ബബിൾ എന്ന് പറഞ്ഞൊരു ഫോം അല്ലേ. ഇവിടെയും ശരിക്കും റിപ്ലിക്കേഷൻ ബബിൾ ആണ്, പക്ഷേ അവിടെ DNAs ആയിരുന്നു സിന്തസൈസ് ചെയ്തത്. ഇവിടെയാണെങ്കിൽ ഇവിടെ നമ്മുടെ mRNA ആണ് സിന്തസൈസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇനി ഇപ്പം അൺവൈൻഡ് ചെയ്തു, പക്ഷേ ഇനി ഇതിലുള്ള ഇൻഫർമേഷൻസ് DNAയിലുള്ള ഇൻഫർമേഷൻസ് RNA ആയിട്ട് mRNA ആയിട്ട് മാറണം അല്ലേ. അപ്പം mRNA ആയിട്ട് മാറണമെങ്കിൽ കോഡ് ചെയ്യണം, DNAയിലുള്ള ഇൻഫർമേഷൻസിനെ കോഡ് ചെയ്യണം. ആ പെർട്ടിക്കുലർ പ്രോട്ടീൻ്റെ കോഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോഡ് ചെയ്യണം. അതിന് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ RNA മോളിക്യൂൾസിൽ എന്താണുള്ളത്, RNAയിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്, യുറാസിൽ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ അല്ലേ. DNAയുടെയോ, DNAയുടെ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ അല്ലേ. ഈ അഡിനിനാണ് വ്യത്യാസം ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ DNA സ്ട്രാൻഡുകളിൽ ഒരു DNA സ്ട്രാൻഡിലാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ DNA സ്ട്രാൻഡിൽ എവിടെയൊക്കെ തൈമിൻ ഉണ്ടോ, എവിടെയൊക്കെ T ഉണ്ടോ അവിടെയൊക്കെ A ആയിട്ടാണ് കോഡ് ചെയ്യപ്പെടുക. കാരണം എവിടെയൊക്കെ A ഉണ്ടോ അതിനൊക്കെ എന്തായിട്ട് മാറും, U ആയിട്ട് മാറും. സോറി, ഒരു പ്രശ്നമുണ്ട് കേട്ടോ പറഞ്ഞതിൽ. ഇവിടെ DNAയിൽ A, T, G, C, RNAയിലാണെങ്കിൽ എക്ക് നമ്മുടെ Tക്ക് പകരമാണ് A ഉള്ളത്. ഓക്കെ, അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ അങ്ങനെയാണ് കേട്ടോ, ഒരു മിസ്റ്റേക്ക് പറ്റിയതാ. ഓക്കെ, അപ്പോൾ RNAയിൽ തൈമിന് പകരം യുറാസിലാണുള്ളത്. അപ്പോൾ എവിടേക്ക് നമ്മുടെ തൈമിൻ ഉണ്ടോ അവിടെയൊക്കെ എന്താണ് കോഡ് ചെയ്യപ്പെടുക, എവിടെയൊക്കെ യുറാസിൽ ഉണ്ടോ അവിടെയൊക്കെ എവിടെയൊക്കെ നമ്മുടെ A ഉണ്ടോ അവിടെയൊക്കെ U ആണ് ശരിക്കും വരിക. കാരണം ശരിക്ക് A എന്ന് പറഞ്ഞാൽ അവിടെ വരേണ്ടത് T ആണ് അല്ലെ, അഡിനിന് തൈമിനാണ്. പക്ഷേ ഇവിടെ A വന്നാൽ തൈമിൻ എന്താണ് ഒരിക്കലും നമ്മുടെ RNAയുടെ ഒരു പാർട്ടല്ല, അവിടെ ഉള്ളത് യുറാസിലാണ്. അപ്പോൾ A റെക്കഗ്നൈസ് ചെയ്തു RNA നമ്മുടെ DNA മോളിക്യൂളിലെങ്കിൽ അവിടെ തൈമിന് പകരം യുറാസിലാണ് വെക്കേണ്ടത്. A വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ U വെക്കണം. A വന്നാൽ നമ്മൾ U ആണ് ചെയ്യേണ്ടത്, യുറാസിൽ വെക്കണം. തൈമിൻ വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, തൈമിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, അഡിനിനാണ്, അഡിനിൻ വെക്കണം. അതുപോലെ സൈറ്റോസിൻ ആണെങ്കിൽ ഗ്വാനിൻ ആണെങ്കിൽ സൈറ്റോസിൻ, അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ കോഡ് ചെയ്യുന്നതും. എന്താണോ ഉള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ കോഡ് ചെയ്യുക. ഇപ്പോൾ അഡിനിൻ നമ്മുടെ DNAയിലാണെങ്കിൽ അഡിനിനും തൈമിനും തമ്മിൽ ഡബിൾ ബോണ്ടും, അതുപോലെ ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടും ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതാണ് അവരുടെ ഒരു ബൈൻഡിങ്ങിൻ്റെ രീതി. അഡിനിനും തൈമിനും മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്വാനിനും സൈറ്റോസിനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെയാണെങ്കിൽ RNAയിലാണെങ്കിൽ അഡിനിന് പകരം അഡിനിൻ വന്നു കഴിഞ്ഞാൽ തൈമിനാണ് വരേണ്ടത്. പക്ഷെ തൈമിൻ ഇവിടെ ഇല്ലാത്തത് കാരണം അഡിനിന് പകരം എന്ത് വരും, അഡിനിനുള്ള സ്ഥലത്ത് നമ്മുടെ തൈമിന് പകരം യുറാസിൽ വരും. കൺഫ്യൂഷൻ ഇല്ലല്ലോ, ഫസ്റ്റ് ഞാൻ തെറ്റി പറഞ്ഞതാണ്, സോറി, പിന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ കോഡ് ചെയ്ത് ഒരു mRNA ഉണ്ടാക്കി. mRNA ഇങ്ങനെ ഉണ്ടാക്കി പോവാം. നമുക്ക് ഒരെണ്ണം കോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ ആയിക്കോളും. ഓക്കെ, ഇവിടെ മുകളിൽ എഴുതാം A. ഞാനിപ്പോൾ ഒരു DNA സ്ട്രാൻഡാണ് വരയ്ക്കുന്നത്. ഓക്കെ, DNAയുടെ ഒരു സിംഗിൾ സ്ട്രാൻഡാണ് നോക്കുന്നത്. കാരണം ഒരു സിംഗിൾ സ്ട്രാൻഡിലാണ് mRNA സിന്തസിസ് നടക്കുക. UGTACC. ഓക്കെ, ഇങ്ങനെയായിരുന്നു DNA എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ mRNA ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ A ഉള്ള സ്ഥലത്ത് തൈമിനാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ തൈമിനല്ലാത്ത കാരണം യുറാസിൽ എഴുതി. ഇനി T ഉള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ A, അഡിനിൻ. U ആണ് ഇവിടെ അല്ലേ, യുറാസിലിന് പകരം എന്താണ് വേണ്ടത്, U വന്നാൽ A തന്നെയാണ് എഴുതേണ്ടത് അല്ല, യുറാസിൽ, സോറി ഇത് C അല്ലേ, ഇവിടെ C ആണ്. അപ്പോൾ C ആവുമ്പോൾ ഇവിടെ G ആവുമ്പോൾ C, Tക്ക് A, Aക്ക് U, Cക്ക് G, Cക്ക് G. ഇങ്ങനെയാണ് അതിൻ്റെ mRNA വരാം. ഓക്കെ, ഇങ്ങനെയുള്ളൊരു DNAയുടെ സ്റ്റാൻഡിന് ഇങ്ങനെയുള്ളൊരു
mRNA സ്ട്രാൻഡാണ് കിട്ടുക. ഇങ്ങനെ mRNAs ഇങ്ങനെ ഉണ്ടാക്കി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുഴുവനായിട്ട് ഉണ്ടായി പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആ ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ, ആ ഒരു പർട്ടിക്കുലർ പ്രോട്ടീനിൻ്റെ സിന്തസിസിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ mRNAയുടെ എന്താണ് പ്രൊഡക്ഷൻ നിൽക്കണം. അങ്ങനെ പ്രൊഡക്ഷൻ നിൽക്കേണ്ട സ്ഥലമാണ് ടെർമിനേഷൻ സൈറ്റ്. പ്രൊമോട്ടർ സൈറ്റിലാണ് നമ്മുടെ RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ടെർമിനേഷൻ സൈറ്റും ഈ DNA പല പല ഭാഗത്തുണ്ട്. അങ്ങനെ ടെർമിനേഷൻ സൈറ്റിലെത്തുമ്പോൾ ഈ RNA പോളിമറൈസ് ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോവും. നമ്മുടെ DNA പണ്ടത്തെ പോലെ തന്നെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറായിട്ട് മാറും. ഓക്കെ, അപ്പോഴേക്കും എന്തുണ്ടായിട്ടുണ്ടാവും? നമ്മുടെ mRNA ഒക്കെ സിന്തസൈസ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. DNA-യിൽ നിന്ന് mRNA സിന്തസൈസ് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു mRNA-നെ നമ്മൾ ഡയറക്റ്റായിട്ട് ജേം പോറിൽ കൂടെ അതിന് കടന്നു പോകാം, ശരിക്കും ഡയറക്റ്റായിട്ട് കടന്നു പോകാം. പക്ഷേ അങ്ങനെ നേരെ കടന്നു പോവില്ല. അതിനെ നമ്മൾ ഒന്നുകൂടെ ക്ലീൻ ചെയ്തിട്ടാണ് കടത്തി വിടുന്നത്. എന്താണ് ആ ക്ലീനിങ് പ്രോസസ്സ് എന്ന് നോക്കിയാൽ ഇതാണ് നമ്മുടെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള mRNA. ഓക്കെ, ഇതാണ് പ്രീ mRNA. ഓക്കെ, ഇപ്പോൾ കിട്ടിയിട്ടുള്ള mRNA ആണ് എന്ത്? പ്രീ mRNA. ഈ mRNA-യിൽ എക്സോണുകളും ഇൻട്രോണുകളും ഉണ്ട്. എന്താണ് എക്സോൺ, എന്താണ് ഇൻട്രോൺ എന്ന് നോക്കിയാൽ എക്സോൺ എന്ന് പറഞ്ഞാൽ കോഡ് ചെയ്യുന്ന സീക്വൻസുകളാണ് എക്സോണുകൾ. എന്തിന് കോഡ് ചെയ്യുന്നതാണെന്ന് നോക്കിയാൽ പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന സീക്വൻസുകളാണ് എക്സോണുകൾ. അതുപോലെ കോഡ് ചെയ്യാത്ത റീജിയൻസും നമ്മുടെ mRNAയ്ക്ക് ഉണ്ട്. ആ നോൺ കോഡിംഗ് റീജിയൻസ് ആണ് ഇൻട്രോണുകൾ. അപ്പോൾ കോഡിംഗ് റീജിയൻസ് എക്സോൺസും ഉണ്ട്, നോൺ കോഡിംഗ് റീജിയൻസ് ഇൻട്രോൺസും ഉണ്ട്. അപ്പോൾ എന്താണ് നോൺ കോഡിംഗ് റീജിയൻസ് ഉണ്ടായാലും പ്രോട്ടീൻ സിന്തസിസിൻ്റെ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ നോൺ കോഡിംഗ് റീജിയൻസ് ആയിട്ടുള്ള ഇൻട്രോൺസിനെ നമ്മൾ കട്ട് ചെയ്ത് കളയും. അതെങ്ങനെ കട്ട് ചെയ്ത് കളയാന്ന് നോക്കിയാൽ സ്പ്ലൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുക. സ്പ്ലൈസോസോംസ് എന്ന് പറയുന്ന സ്പെഷ്യൽ എൻസൈംസ് ഉണ്ട്. അവരാണ് സ്പ്ലൈസ് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. ഇൻട്രോണുകളെ, നോൺ കോഡിംഗ് റീജിയൻസ് ആയിട്ടുള്ള ഇൻട്രോണുകളെ കട്ട് ചെയ്ത് കളയുന്നത് എന്താണ്? സ്പ്ലൈസോസോം എന്ന് പറയുന്ന എൻസൈമാണ്. ഓക്കെ, അതാണ് ഈ ഒരു ഡയഗ്രത്തിലുള്ളത്. ഇതെന്താണ്? ഒരു പ്രീ mRNA ആണ്. ഇതിൻ്റെ എക്സോൺ ഞാൻ ജസ്റ്റ് എന്ന് എഴുതുന്നുള്ളൂ. അതുപോലെ ഇത് എക്സോൺ ആണ്, ഇത് ഇൻട്രോൺ ആണ്. ഈ ഇൻട്രോൺ റീജിയൻ എന്ന് പറഞ്ഞാൽ നോൺ കോഡിംഗ് ആണ്, ഇതാണ് കളയേണ്ടത്. അപ്പോൾ ഈ മോളിക്യൂൾസ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ സ്പ്ലൈസോസോമിൻ്റെ മോളിക്യൂൾസ്. ഇവർ വന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്ത്, നമ്മുടെ ഇൻട്രോണിൻ്റെ ഭാഗത്ത് വന്ന് ബൈൻഡ് ചെയ്യും. ഇൻട്രോണിൻ്റെ ഭാഗത്ത് വന്ന് ബൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരു സ്ട്രാൻഡല്ലായിരുന്നേ, അതിനെ ഇങ്ങനെ വളയ്ക്കും. ഇപ്പം ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഈ ഒരു പോർഷനില്ലേ, ആ വളഞ്ഞിരിക്കുന്ന പോർഷനാണ് നമ്മുടെ ഇൻട്രോൺസ്. ആവശ്യമില്ലാത്ത ഇൻട്രോൺസിനെ കട്ട് ചെയ്ത് കളയാൻ പോവാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ബബിള് പോലെ ഇൻട്രോണിനെ മാറ്റാണ് ചെയ്യുക. ഇത് എക്സോണിൻ്റെ സൈറ്റാണ്, ഇത് എക്സോണിൻ്റെ സൈറ്റാണ്, ഇത് ഇൻട്രോണിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇൻട്രോണിനെ ശരിക്കും അതിൻ്റെ തുടക്ക ഭാഗത്തു നിന്നും അവസാന ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നു. രണ്ടറ്റം പിടിച്ച് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നതിൽ എന്തുണ്ടാവും? ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ റൗണ്ട് പോലെ ഇരിക്കും അല്ലേ? അതാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ആ ഭാഗത്ത് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റത്തെ എക്സോൺ ആണ്, ഇത് രണ്ടാമത്തെ എക്സോൺ ആണ്. ഇവരിപ്പോൾ എക്സോൺ മാത്രമുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറി. ഇപ്പം ഇതിപ്പോൾ ഇൻട്രോൺ ആണ്. ഇൻട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇൻട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്പ്ലൈസോസോമുകൾ അവിടെ നിന്ന് മൂവ് ചെയ്ത് പോയി. ഇനി ഈ ഒരു mRNAയ്ക്ക് ഒരു എക്സോണും ഒരു ഇൻട്രോണും മാത്രമല്ല ഉണ്ടായിരിക്കുക, ഒരുപാട് എക്സോണുകളും ഇൻട്രോണുകളും ഉണ്ടായിരിക്കും. അതായത് ഒരുപാട് കോഡിംഗ് റീജിയൻസും നോൺ കോഡിംഗ് റീജിയൻസും ഉണ്ടായിരിക്കും. അതിൽ നോൺ കോഡിംഗ് റീജിയൻസിനെ സ്പ്ലൈസോസോമുകൾ വന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് വൈൻഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാണ് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം എന്താണ്? ജോയിൻ ചെയ്തിട്ട്, ബാക്കിയുള്ള നമ്മുടെ എക്സോണിൻ്റെ ഭാഗങ്ങൾ ജോയിൻ ചെയ്തിട്ട് അതൊരു കറക്റ്റായിട്ടുള്ള mRNA ആയിട്ട് മാറി. ഇതാണ് പോസ്റ്റ് mRNA. പ്രീ mRNA എന്തായി മാറി? പോസ്റ്റ് mRNA ആയിട്ട് മാറി. ഈ പോസ്റ്റ് mRNA ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല. ഇനി അതിനെ ചെറുതായിട്ടൊന്നുകൂടി മോഡിഫൈ ചെയ്യണം. ആ മോഡിഫൈ ചെയ്തതാണ് ഈ mRNAയ്ക്ക് നമ്മളൊരു ക്യാപ്പും ഒരു ടെയിലും വെച്ച് കൊടുക്കും. നമ്മുടെ mRNAയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കും? പോസ്റ്റ് mRNAയുടെ ഒരു സൈഡിൽ നമ്മളൊരു ക്യാപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കും, അപ്പുറത്തെ സൈഡിലൊരു ടെയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ക്യാപ്പും ടെയിലും ഒക്കെ വേറെ പല മോളിക്യൂളുകളുമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ജേം പോറിൻ്റെ അകത്ത് കൂടെ ഈ mRNAനെ സൈറ്റോപ്ലാസത്തിലേക്ക് കടത്തി വിടണമെന്ന്. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ ഇതിനെ കാത്തിരിക്കുന്ന റൈബോസോമുകൾ മാത്രമല്ല ഉണ്ടായിരിക്കുക. പ്രോട്ടീൻ സിന്തസിസിന് ഡയറക്റ്റായിട്ട് പ്രോട്ടീൻ സിന്തസിസ് ആവില്ല നടക്കുക. വേറെയും ഒരുപാട് എൻസൈംസും കാര്യങ്ങളൊക്കെ നമ്മുടെ സൈറ്റോപ്ലാസത്തിലുണ്ട്. ആ എൻസൈംസുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ mRNAക്ക് ഒരു പ്രോബ്ലം വരാതിരിക്കാനാണ്. കാരണം ഒരു സൈഡിൽ ക്യാപ്പ് ഉണ്ട്, മറ്റേ സൈഡിൽ ടെയിലുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും റിയാക്ട് ചെയ്ത് വന്നാലല്ലേ നമ്മുടെ ശരിക്കുള്ള mRNAയുടെ അവിടത്തേക്ക് എത്തുള്ളൂ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, mRNAക്ക് ഡാമേജസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപ്പും ടെയിലും നമ്മുടെ mRNAയുടെ പോസ്റ്റ് mRNAയുടെ രണ്ട് ഭാഗത്തും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഒരു ഭാഗത്ത് ക്യാപ്പും ഒരു ഭാഗത്ത് ടെയിലും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ mRNA സൈറ്റോപ്ലാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ഡാമേജുകളൊന്നും സംഭവിക്കില്ല. ഓക്കെ, ഇനി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത്രയും വർക്കുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ mRNA സൈറ്റോപ്ലാസത്തിലേക്ക് മൂവ് ചെയ്യും. എങ്ങനെ? ജേം പോർ വഴി എന്താണ് സൈറ്റോപ്ലാസത്തിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് കഴിയും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? DNA ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത് അല്ലേ? DNA-യിലാണ് പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഇരിക്കുന്നത്. DNA-യിലാണ്. ആ DNA-യിലുള്ള ഇൻഫർമേഷൻസ് എന്തായി? DNA-യിലുള്ള ഇൻഫർമേഷൻസിനെ ട്രാൻസ്ക്രിപ്ഷൻ വഴി, അതായത് ആദ്യം ഒരു RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്തു DNA-യെ. അങ്ങനെ അതിൻ്റെ ഡബിൾ സ്ട്രാൻഡ് എന്നുള്ള സ്ട്രക്ചർ സിംഗിൾ സ്ട്രാൻഡ് ആയിട്ട് മാറി. ഈ സിംഗിൾ സ്ട്രാൻഡ് ആയതിനെ പിന്നെ എന്താണ് കോംപ്ലിമെൻ്ററി നൈട്രജൻ ബേസുകൾ, RNA-യുടെ കോംപ്ലിമെൻ്ററി നൈട്രജൻ ബേസുകൾ വന്നിട്ട് ഒരു mRNA ഉണ്ടായി. അതിന് എക്സോണുകളും ഇൻട്രോണുകളും ഉണ്ടായിരുന്നു. എക്സോണുകളും മാത്രം അവിടെ നിർത്തിയിട്ട് ഇൻട്രോൺസിനെയൊക്കെ സ്പ്ലൈസ് ചെയ്ത് കളഞ്ഞു, സ്പ്ലൈസോസോമുകൾ വന്നിട്ട്. ശേഷം എന്തുണ്ടായി? നമ്മുടെ mRNA ആയി. ഈ mRNA-യുടെ ഫ്രണ്ടിലും ബാക്കിലും ക്യാപ്പും ടെയിലും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ജേം പോർ വഴി mRNA പുറത്തേക്ക് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് പ്രോട്ടീൻ സിന്തസിസ് വരുന്നത്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. എന്തായാലും എക്സാമിന് വരുന്നൊരു ഭാഗമാണ് നമ്മുടെ മോളിക്കുലാർ ബയോളജിന്ന്. അപ്പോൾ കറക്റ്റായിട്ടത് എഴുതി പഠിക്കാം.